സ്റ്റുഡൻസ്, നമ്മൾ തെർമോഡൈനാമിക്സിന്റെ എന്താണ് സിസ്റ്റം, സറൗണ്ടിങ്, യൂണിവേഴ്സ് അതൊക്കെ പഠിച്ചു. പാത്ത് ഫംഗ്ഷൻ, സ്റ്റേറ്റ് ഫംഗ്ഷൻ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇനി നമ്മൾ മെയിൻ പാർട്ടിലേക്ക് നോക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കും. പിന്നെ എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്, എന്താണ് ഗിബ്സ് എനർജി, പിന്നെ എന്താണ് എൻട്രോപ്പി. സോ ഈ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഈ ഒരു സെഷനിൽ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ആക്ച്വലി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ഒരു എക്സോതെർമിക് റിയാക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ഇൻ ആൻ എക്സോതെർമിക് റിയാക്ഷൻ എന്ത് സംഭവിക്കും? ഹീറ്റ് ഒരുപാട് റിലീസ് ചെയ്യും അല്ലേ? ഈ ഹീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻട്രോപ്പിയെ ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഓക്കെ, സോ എന്താണ് എൻട്രോപ്പി എന്നൊക്കെ മിസ് പറഞ്ഞുതരാം. സോ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇൻ എക്സോതെർമിക് റിയാക്ഷൻ, in exothermic reaction, the entropy of the system increases. ഓക്കെ, സോ ഒരു എക്സോതെർമിക് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് റിലീസ് ചെയ്യും അല്ലേ? ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. എന്താണ് ആക്ച്വലി എൻട്രോപ്പി എന്ന് വെച്ചാൽ? എൻട്രോപ്പി എന്ന് വെച്ചാൽ ഡെൽറ്റ എസ് ആണ്. ഇതിനെ നമ്മൾ മെഷർമെന്റ് ഓഫ് ചേഞ്ച് ഇൻ മെഷർമെന്റ് ഓഫ് ഡിസോർഡർനെസ് എന്ന് പറയാം. ഓക്കെ, ചേഞ്ച് ഇൻ മെഷർമെന്റ് ഓഫ് ഡിസോർഡർനെസ് എന്ന് വിളിക്കാം. ഡിസോർഡർനെസ്. ഓക്കെ, എന്താണ് ആക്ച്വലി ഡിസോർഡർനെസ്? നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ ആണെങ്കിൽ ക്ലാസ് എപ്പോഴും സൈലന്റ് ആയിരിക്കും അല്ലേ? സോ മിസ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം ടോക്ക് ചെയ്ത് ക്രംബിൾ ആവും അല്ലേ? സോ ആ ഒരു സമയത്ത് ഇതാണ് സ്റ്റേറ്റ് ആണ് ഡിസോർഡർനെസ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ഗ്രാഫ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പിക്ചർ വെച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, ഇതൊരു ഹോട്ട് ബോഡിയാണ്. ഓക്കെ, സോ ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് എന്ത് സംഭവിക്കുകയാണ്? ഹീറ്റ്, അതായത് എപ്പോഴും ചൂട് എങ്ങനെയാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഏറ്റവും ചൂടുള്ള ബോഡിയിൽ നിന്നായിരിക്കും പുറത്തേക്ക് ചൂട് കൊടുക്കുക അല്ലേ? ഇപ്പൊ നമ്മളൊരു ഹോട്ട് പാൻ പുറത്തേക്ക് വെച്ചു, എന്താ ചെയ്യുന്നത്? കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ചൂട് കുറയില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹോട്ടർ ബോഡി ടു കോൾഡർ ബോഡി എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഒരിക്കലും ഒരു തണുത്ത ബോഡിയിൽ നിന്ന് തണുപ്പ് ഹീറ്റ് ആയിട്ടുള്ള ബോഡിയിലേക്ക് പോവില്ല. സോ ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ആണ് എപ്പോഴും ഹീറ്റിന്റെ ഫ്ലോ വരുന്നത്. സോ ഈ ഒരു പിക്ചറിൽ നോക്കിക്കേ, ഹോട്ട് ബോഡിയിൽ നിന്ന് പയ്യെ എന്ത് ചെയ്യുന്നു? കോൾഡ് ബോഡിയിലേക്ക് ടെമ്പറേച്ചർ വരുന്നു. അതാണ് നമ്മൾ ഭയങ്കര തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ഫയർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? തീ കായും അല്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു ചൂട് കിട്ടും. അത് എന്തുകൊണ്ടാണ്? നമുക്ക് ചൂട് ആ ഒരു ഹോട്ട് ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് നമ്മുടെ കോൾഡ് ബോഡിയിലേക്ക് കിട്ടുന്നതുകൊണ്ടാണ്. സോ ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫർ. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എൻട്രോപ്പി എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ഹീറ്റ് ഉണ്ടല്ലോ, Q മീൻസ് ഹീറ്റ് ആണ്. Q എന്താണ്? ഹീറ്റ് ബൈ ടെമ്പറേച്ചർ. സോ ഡെൽറ്റ എസ്, അതായത് ഡിസോർഡർനെസിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ Q ബൈ T. ഓക്കെ, അങ്ങനെ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ആ തണുത്തിരിക്കുന്ന ബോഡിയിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ചൂടായിട്ട് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്ത് പരസ്പരം കൊളീഷൻ നടക്കും. മനസ്സിലായോ? പരസ്പരം കൊളീഷൻ നടത്താൽ അവർ ഡിസോർഡർ ആയില്ലേ? അവർ പരസ്പരം തല്ലുപിടിക്കും അല്ലേ? സോ ഈ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. അപ്പോൾ നമ്മൾ എൻട്രോപ്പി ജസ്റ്റ് എന്താണെന്ന് തുടങ്ങി വെച്ചു അല്ലേ? ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവും, ഇത് സ്റ്റേറ്റ് എ ആണ്, ദിസ് ഇസ് സ്റ്റേറ്റ് ബി. ഇവിടെ ശ്രദ്ധിച്ച എന്താ ഉണ്ടാവുന്നതെന്ന്? ഫസ്റ്റ് സെക്ഷനിൽ ഇത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. ദിസ് ഇസ് ഗ്യാസ് 1 ആൻഡ് ദിസ് ഇസ് ഗ്യാസ് 2. ഇതെന്തായിരിക്കും? മിക്സ്ചർ ഓഫ് ഗ്യാസ് 1 and 2. മിക്സ്ചർ ഓഫ് ഗ്യാസ് 1 and gas 2. സോ ഫസ്റ്റ് കേസിൽ ഇത് സ്റ്റേറ്റ് എ ആണ്. ഒരു ചേംബർ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ആൻ അക്വേറിയം. ഒരു അക്വേറിയം എന്ന് വിചാരിക്കുക. അതിന്റെ നടുക്ക് ഞാനൊരു പാർട്ടീഷൻ വെച്ചിട്ട് കുറെ മോളിക്യൂൾസിനെ ഒരു സൈഡിൽ എയും ഒരു സൈഡിൽ ബി ആയിട്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു സൈഡിൽ 1ഉം ഒരു സൈഡിൽ 2 ആയിട്ട് വെച്ചെന്ന് വിചാരിക്കുക. അതിന്റെ ഇടയിൽ ഞാനൊരു എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇവര് ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? പരസ്പരം അതിന്റെ കണ്ടെയ്നറിന്റെ വോൾസിലൊക്കെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? ഗ്യാസ് മോളിക്യൂൾസ് ആക്ച്വലി അങ്ങനെയാണ്. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? The hitting of the gas molecules on the walls of the container is known as what? Their pressure. അപ്പൊ ഇങ്ങനെ പ്രഷർ എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും?
പരസ്പരം ഇവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ സ്ക്രീൻ ഉണ്ടല്ലോ, ജസ്റ്റ് അത് ഞാൻ റിമൂവ് ചെയ്യും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഈ ഗ്യാസസ് തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്ത് ഇന്റർമിക്സ്ഡ് ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെയല്ലേ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ഗ്യാസസ് ഉണ്ട്? ഹീലിയം ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഇങ്ങനെ മിക്സ്ചർ ഓഫ് ഗ്യാസസ് അല്ലേ? ഇതിനൊക്കെ ഒരു ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ഉണ്ട്. സ്റ്റിൽ ഇവർക്കൊരു ബോർഡർ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഗ്യാസസും മിക്സ് ചെയ്തിട്ട് എന്തായിട്ട് കാണുന്നു? അറ്റ്മോസ്ഫിയറിക് എയർ ആയിട്ട് കാണുന്നു. കൂടുതൽ അതിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്നത് ഓക്സിജൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ത് വാങ്ങിക്കുന്നത്? ഓക്സിജനെ വാങ്ങിക്കുന്നത്. കറക്റ്റ് അല്ലേ? സോ ലെറ്റ് കമ്പയർ സ്റ്റേറ്റ് എ ആൻഡ് സ്റ്റേറ്റ് ബി. സ്റ്റേറ്റ് എന്റെ കേസിൽ പരസ്പരം അവർക്ക് ഇന്ററാക്ഷൻ കുറവാണ്. പക്ഷെ എന്താണ്? മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഡിസോർഡർനെസ് ഇൻക്രീസ് ചെയ്തു. കറക്റ്റ് അല്ലേ? സോ ഡിസോർഡർനെസ് increased a lot. Correct? Now, first case നോക്കിയേ, ഡിസോർഡർനെസ് അത്ര ഇല്ല. Disorderness is not that much. Disorderness is comparatively less. കണ്ടോ? സോ ഇങ്ങനെ ഒരു സ്ക്രീൻ മാറ്റി കഴിഞ്ഞപ്പോൾ ഡിസോർഡർനെസ് കൂടി. ഡിസോർഡർനെസിന്റെ മെഷർമെന്റിനല്ലേ എൻട്രോപ്പി എന്ന് പറയുന്നത്. സോ എന്ത് സംഭവിച്ചു? ഡെൽറ്റ എസ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തു. ഇനി ഇത് തന്നെയാണ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്. എന്താണ് സ്പോണ്ടേനിറ്റി എന്ന് വെച്ചാൽ ഒരു ടാസ്ക് കൊടുത്താൽ റെഡിലി ചെയ്യുന്ന ആൾക്കാരാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയായിരിക്കും, പെട്ടെന്നായിരിക്കും, ഒരു ഇനീഷ്യേഷന്റെ ആവശ്യമില്ലാതെ പെട്ടെന്ന് റെഡിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പോണ്ടേനിറ്റിക്ക് നമ്മൾ എന്താണ്, ഗ്യാസ് ഓൺ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം കൊടുത്താൽ പെട്ടെന്ന് അത് ബേൺ ആവില്ലേ? സോ ആ ഒരു ഇഗ്നൈറ്റ് ആവുന്ന ഒരു ടൈം, അതാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഓക്കെ, സോ ഇതാണ് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. മെഷർമെന്റ് ഓഫ് ഡിസോർഡർനെസ് ഇസ് നോൺ ആസ് എൻട്രോപ്പി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഗിബ്സ് എനർജി. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്? ആക്ച്വലി ഗിബ്സ് ഫ്രീ എനർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ ജി ആയിട്ടാണ്. ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോ ടേമിനെയും നോക്കാം. ഓക്കെ, ഒരു സിസ്റ്റത്തിൽ ഉള്ള ലിമിറ്റഡ് ഫ്രീ എനർജി ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെൽറ്റ ജി മീൻസ് change in Gibbs free energy. Okay, next എന്താണ്? ഡെൽറ്റ എച്ച് enthalpy change. Okay, or change in enthalpy. Okay, T എന്താണ്? temperature. Delta S is entropy. Okay, so നമുക്ക് സ്പോണ്ടേനിറ്റി, അതായത് റെഡിലി ആ റിയാക്ഷൻ ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഡെൽറ്റ ജി ഗിബ്സ് ഫ്രീ എനർജി വെച്ചിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളുടെ ഡിസോർഡർനെസ് എന്തായിരിക്കും? കൂടുതലായിരിക്കില്ലേ? സോ ഡിസോർഡർനെസ് കൂടാന്ന് വെച്ചാൽ ഡെൽറ്റ എസ് പോസിറ്റീവ് ആവും. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് വെച്ചാൽ ആക്ച്വലി നെഗറ്റീവ് തന്നെയാണ് അല്ലേ? സോ ഇത് നെഗറ്റീവ് ആണ്. ഇനി പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ് യൂഷ്വലി അത് എന്തായിരിക്കും? എൻഡോതേർമിക് ആവാനാണ് ചാൻസ്. അപ്പൊ ഇതെന്താണ്? ടോട്ടലി ഡെൽറ്റ ജി എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഡെൽറ്റ എസ് ഇസ് പോസിറ്റീവ്. സ്പോണ്ടേനിയസ് പ്രോസസ്സിന്റെ കേസാണ് പറയുന്നത്. സ്പോണ്ടേനിയസ്. ഓക്കെ, ഡെൽറ്റ എസ് എന്താണ്? പോസിറ്റീവ് ആണ് സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ. ഡെൽറ്റ എച്ച് ഞാൻ പറയാണത് എന്താണ്? ഒരു എക്സോതേർമിക് റിയാക്ഷൻ ആണ് അല്ലെ? എക്സോതേർമിക് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കും. ഹീറ്റിന്റെ ആവശ്യമില്ല റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. യൂഷ്വലി എക്സോതേർമിക് ആയിരിക്കും, ഹീറ്റ് ഇല്ലാതെ റിയാക്ഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ എക്സോതേർമിക് റിയാക്ഷൻ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണ്. കറക്റ്റ് അല്ലേ? സോ ഇവിടെ നോക്കിക്കോ, ഞാൻ ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഡെൽറ്റ എച്ച് ഇവിടെ നെഗറ്റീവ് ആണ്. ഓൾറെഡി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ദെൻ ടി ടെമ്പറേച്ചറിന് നെഗറ്റീവ് ആവാൻ പറ്റില്ല. ലെറ്റ് ഇറ്റ് ബി പോസിറ്റീവ്. നോ ഡെൽറ്റ എസ് എന്താണ്? ഡെൽറ്റ എസ് ഞാനിവിടെ നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ടെമ്പറേച്ചർ നെഗറ്റീവ് ആവും, പക്ഷേ ഈ കേസിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. സോ എല്ലാം നെഗറ്റീവ് ആണ് അല്ലേ? സോ നെഗറ്റീവ്. സോ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഇത് നെഗറ്റീവ് ആണ്. സോ ആക്ച്വലി ഇത് എന്ത് വാല്യൂ ആയിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ഇത് മൊത്തത്തിൽ നെഗറ്റീവ് ആണ്. സോ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവോ ലെസ് ദാൻ സീറോയോ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കാം. ഓക്കെ, സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ,
ഇനി ഡെൽറ്റ ജി ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, സോറി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഡെൽറ്റ ജി പോസിറ്റീവോ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. ഇയാളെ എനിക്ക് എന്ത് പറയാം? നോൺ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കാം. നോൺ സ്പോണ്ടേനിയസ്. ഓക്കെ, സോ spontaneous process ആണെങ്കിൽ delta G will be negative or less than 0. Now, delta G positive or greater than 0 ആണെങ്കിൽ അത് എന്ത് പ്രോസസ് ആയിരിക്കും? നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാ ഡെൽറ്റ ജി പോസിറ്റീവ് ആവാനുള്ള ചാൻസ്? ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ കേസ് മാറില്ലേ? എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഡെൽറ്റ എച്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മൈനസ് ടെമ്പറേച്ചർ, ഓക്കെ, ഇൻറ്റു എൻട്രോപ്പി എന്തായിരിക്കും? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. സോ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് വെച്ചാൽ പോസിറ്റീവ് അല്ലേ? സോ രണ്ട് പോസിറ്റീവ് വരുമ്പോൾ ടോട്ടലി ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഓർ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജിയുടെ വാല്യൂ കമ്പയർ ചെയ്തിട്ട് ഏത് റിയാക്ഷൻ ആണ് പെട്ടെന്ന് നടക്കുന്ന സ്പോണ്ടേനിയസ്, ഏതാണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ നമുക്ക് നോക്കാം സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അലോങ് വിത്ത് ദെയർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കംപ്ലീറ്റ്ലി സമ്മറൈസ് ചെയ്യാം. ഓക്കെ, നൗ ഫസ്റ്റ് സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ ജി വാല്യൂ വിൽ ബി നെഗറ്റീവ് ഓർ ലെസ് ദാൻ 0. ഇറ്റ് ക്യാൻ ബി ഈവൻ നെഗറ്റീവ് അല്ലേ? ലെസ് ദാൻ 0 മീൻസ് ഒബ്വിയസ്ലി നെഗറ്റീവ്. നൗ ഡെൽറ്റ ജി വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ എന്ത് പറയും? നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇനി ഈ കേസിൽ എന്താണ്? ഡെൽറ്റ എസിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഓക്കെ, എൻഡോതെർമിക് ആണെങ്കിൽ എൻഡോതെർമിക് എൻതാൽപ്പി എന്തായിരിക്കും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ്. എൻഡോതെർമിക് പ്രോസസ് എന്ന് വെച്ചാൽ എൻതാൽപ്പി നെഗറ്റീവ് ആണ്. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ഈ കേസിൽ എങ്ങനെയാണ്? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നെഗറ്റീവ്. ഓക്കെ, ദിസ് ഇസ് ഫോർ എക്സോതെർമിക്. എക്സോതെർമിക്. ഓക്കെ, നൗ ഇവിടെ എന്തായിരിക്കും? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ്. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? സോറി, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഓക്കെ, സോ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഇങ്ങനെയാ വരുന്നത് എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്താണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്താണ്? ജസ്റ്റ് ഒന്ന് സ്വാപ്പ് ആയി പോയി. ഓക്കെ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ഫോർ എൻഡോതെർമിക് റിയാക്ഷൻ അല്ലെ? ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുന്ന റിയാക്ഷന് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ഫോർ എൻഡോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, എൻഡോതെർമിക് റിയാക്ഷൻ. ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൊളീഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഡിസോർഡൻസ് കൂടുന്നു. സോ എൻട്രോപ്പി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? ഓക്കെ, ഈ കേസിൽ എക്സാമ്പിൾ എക്സോതെർമിക് അല്ലെങ്കിൽ നമ്മുടെ സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾക്കുള്ള എക്സാമ്പിൾസ് നോക്കാം. റസ്റ്റിംഗ് ഓഫ് അയൺ, ഓക്കെ, മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എന്താവും? മെൽറ്റ് ആവാൻ തുടങ്ങില്ലേ? അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. കറക്റ്റ് അല്ലേ? നൗ റസ്റ്റിംഗ് ഓഫ് അയൺ, അതായത് വെള്ളത്തിന്റെ അടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തുരുമ്പ് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇരുമ്പിന്റെ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് ലെമനോ അങ്ങനത്തെ ആസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ തുരുമ്പ് റസ്റ്റ് വന്ന് തുടങ്ങുന്നത് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. ആസിഡിന്റെയോ മോയിസ്റ്റ് എയറിന്റെയോ പ്രസൻസിലാണ് യൂഷ്വലി റസ്റ്റിംഗ് ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. സോ എക്സാമ്പിൾ എന്താ വരുന്നത്? റസ്റ്റിംഗ് ഓഫ് അയൺ, റസ്റ്റിംഗ് ഓഫ് അയൺ. ഇവിടെ എന്താ വരുന്നത്? നെക്സ്റ്റ് ഇതിൽ എക്സാമ്പിൾ മെൽറ്റിംഗ് ഓഫ് ഐസ് എക്സെട്ര. മെൽറ്റിംഗ് ഓഫ് ഐസ് എക്സെട്ര. പിന്നെ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം? നമ്മളൊരാൾ അടിക്കാൻ വന്നതിന് നമ്മൾ പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ വെച്ചിട്ട് നീങ്ങിക്കളയില്ലേ? അതെന്തുകൊണ്ട്? അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. പെട്ടെന്ന് നമുക്കൊരു റിഫ്ലക്റ്റ് ഉണ്ട്. എന്തെങ്കിലും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഹാപ്പൻ ചെയ്താൽ നമ്മുടെ ബോഡി പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ ഹാപ്പൻ ചെയ്യും. അൺലെസ് ഓർ അൺടിൽ നമ്മുടെ സെൻസിറ്റീവ്
എന്തെന്നാണ് അത്രക്ക് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡ്രങ്കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ റിഫ്ലെക്സ് ആക്ഷൻ കുറച്ച് കുറയും. അല്ലാത്ത നോർമൽ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ റിഫ്ലെക്സ് വരും. ഓക്കെ, പിന്നെ അതുകൂടാതെ നമുക്ക് ബ്ലിങ്കിങ് ഓഫ് ഐസ് പറഞ്ഞൂടെ, പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും പോക്ക് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് കണ്ണ് ചിമ്മും അല്ലേ. സോ ദാറ്റ് ഈസ് ഓൾസോ എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ, നോ ഇതിൽ എക്സാമ്പിൾ പറഞ്ഞാലോ, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ. വാട്ടറിന് നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യാന്ന് വെച്ചാൽ വാട്ടർ ആക്ച്വലി എന്താണ്, H2O അല്ലേ, ഇത് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഇലക്ട്രോലൈസിസ്. സോ അത് കുറച്ച് ടൈം എടുക്കും, നമ്മൾ കറണ്ട് കൊടുക്കണം, നമ്മുടെ മോളിക്യൂളിനെ അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ദാറ്റ് ഈസ് എ നോൺ സ്പോണ്ടേനിയസ് process. So electrolysis of water, electrolysis of water. Then so electrolysis of water. Then നെക്സ്റ്റ് എന്ത് പറയാം, മെൽറ്റിംഗ് ഓഫ് ബട്ടർ ഒക്കെ പറഞ്ഞൂടെ, ബട്ടർ ഒക്കെ നമുക്ക് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് ആക്ച്വലി, ഇതെല്ലാം നോൺ സ്പോണ്ടേനിയസിന് എക്സാമ്പിൾ ആണ്. സോ ഇതാണ് സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. നൗ ഇതിൽ നമുക്ക് ഒരു കാര്യം കൊണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ഗിബ്സ് എനർജിയും എൻട്രോപ്പിയും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കാം. ഓക്കെ, ഇതെന്താ പറയുന്നത് ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, കാരണം നമ്മൾ ഗിബ്സ് എനർജി, എൻട്രോപ്പി, ടെമ്പറേച്ചർ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ജസ്റ്റ് ഇത് നോക്കി, ദ എൻട്രോപ്പി ഓഫ് എനി പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അപ്രോച്ചസ് സീറോ ആസ് ദ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ. ദിസ് ഈസ് കോൾഡ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ, ഇതിനെ ഞാൻ ഫ്രീസ് ചെയ്ത് ഐസ് ആക്കി മാറ്റി. എന്ത് സംഭവിക്കും, ഇതിന്റെ എൻട്രോപ്പിക്ക്? എൻട്രോപ്പി കുറയൂ അല്ലേ. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0m. അതായത് വാട്ടറിൽ നല്ലോണം ഫ്രീ ആയിട്ടിരുന്ന മോളിക്യൂൾസ് ഐസ് ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് കേജ് സ്ട്രക്ചർ ആയില്ല ഐസിന്. സോ അവരുടെ എൻട്രോപ്പി കുറഞ്ഞ് അബ്സല്യൂട്ട് സീറോന്റെ അടുത്തേക്കായി. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. സോ ഡെൽറ്റ എസ് വിൽ ബി നെഗറ്റീവ് ഓർ സീറോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, നമുക്ക് ഹെസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ നോക്കിയാലോ. എന്താണ് ഹെസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ പറയുന്നത്? ഇഫ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ്, then the standard enthalpies of the intermediate reaction into which the overall reaction may be divided at the സെയിം ടെമ്പറേച്ചർ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോസസ്, ഓക്കെ, ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ എ ചേഞ്ചസ് ടു ബി, ബി ചേഞ്ചസ് ടു സി, സി ചേഞ്ചസ് ടു ഡി. അങ്ങനെയാണെങ്കിൽ ദ ഓവറോൾ എൻതാൽപ്പി, ഓവറോൾ എനർജി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ സ്റ്റെപ്പിലെയും ഇൻഡിവിജ്വൽ എൻതാൽപ്പികളുടെ സം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സി, എ ചേഞ്ചസ് ടു ബി, ഇവിടുത്തെ എൻതാൽപ്പി എന്താണ്, എൻതാൽപ്പി 1. B changes to C, enthalpy 2. C changes to D. Okay, this is enthalpy 3. D again change back to എന്താണ് A. അങ്ങനെയാണെങ്കിൽ അത് enthalpy 4. So ഇവിടുത്തെ ഹീറ്റ് സമ്മേഷൻ എന്തായിരിക്കും? ഹീറ്റിന്റെ സമ്മേഷൻ പറയുന്നത് എന്തായിരിക്കും? E1 plus E2 plus E3 plus E4. E1 plus E2 plus E3 plus E4. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇത് സെയിം ടെമ്പറേച്ചറിൽ ഹാപ്പൻ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ മാറിയാലും മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്ന രീതി മാറും അല്ലേ. സോ ദിസ് തിയറി വിൽ നോട്ട് വർക്ക് ദെയർ. സോ ഹെസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ പറയുന്നത് ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന എൻതാൽപ്പികളുടെ സം ആയിരിക്കും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്, ഇഫ് it is happening at the same temperature. Okay, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹെസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ആക്ച്വലി ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ബോൺ ഹേബർ സൈക്കിൾ നമുക്ക് എന്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം? എക്സാമ്പിൾ NaCl വെച്ചിട്ട് പറയാം. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നതെന്ന് നോക്കിയാലോ. NaCl എങ്ങനെയാ ഫോം ചെയ്യുന്നത്? നമുക്ക് എന്തുണ്ട്, Na ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. Na, സോഡിയം എന്താണ്, സോളിഡ് അല്ലേ. നൗ ക്ലോറിൻ ഗ്യാസ് ഹാഫ് Cl2 എടുക്കാം. ഇതെന്താണ് ആക്ച്വലി ഗ്യാസ് ആണ് അല്ലേ. ഓക്കെ, നൗ ഈ Cl2 ഗ്യാസിന് ഞാൻ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, സോഡിയത്തെ എടുക്കാം. സോഡിയം എന്തായിട്ട് മാറും? സോഡിയം സബ്ലൈം ചെയ്ത് സോഡിയം ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ സോളിഡിൽ നിന്ന് വേഗം ഗ്യാസിലേക്ക് മാറിയോണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന എൻതാൽപ്പി എന്താണ്? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഡെൽറ്റ സബ് H എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നെക്സ്റ്റ്, ഈ സോഡിയം ഗ്യാസ് എന്തായിട്ട് മാറും? ഗേഷ്യസ് ആറ്റം പെട്ടെന്ന് അയണൈസ് ആവില്ലേ, Na ഒരു ഇലക്ട്രോണിനെ കളഞ്ഞ് Na+ ആയിട്ട് മാറും. ഓക്കെ, ഗ്യാസ് ആണ്. ഇതിന് എനിക്ക് എന്ത് പറയാം? ഈ
ഇലക്ട്രോണിനെ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അയോണൈസ് ആയി അല്ലേ? സോ അയോണൈസേഷൻ എൻതാൽപ്പി, ഡെൽറ്റ അയണൈസേഷൻ എൻതാൽപ്പി, ഇതിനെ എന്ന് പറയുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി ക്ലോറിന്റെ കേസിലേക്ക് വരാം. ക്ലോറിന്റെ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് Cl എന്തായിട്ട് മാറി? ഹാഫ് Cl ടു Cl ആയിട്ട് മാറി. ഓക്കെ, Cl ഗ്യാസ് ആയിട്ട് മാറി. ഇതിനെയാണ് നമ്മൾ ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ ഡെൽറ്റ എച്ച് എൻതാൽപ്പി എന്ന് പറയുന്നത്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇനി എന്തായിട്ട് മാറും? ഈ ക്ലോറിൻ ഗ്യാസ് ഒരു ഇലക്ട്രോണിനെ വാങ്ങി Cl മൈനസ് ആയിട്ട് മാറും അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, EG എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യും, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവർ രണ്ടോരും കൂടിയിട്ട് എന്ത് ഫോം ചെയ്യും? Na+Cl കൂടെ ചേർന്ന് NaCl ആയിട്ട് മാറും, ഒരു സോളിഡ് ആയിട്ട് മാറും. ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലേ? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇത് തന്നെ എനിക്ക് ഡിഫറെന്റ് സ്റ്റെപ്സിൽ എഴുതി കൂടെ. ഈ ഡയറക്റ്റ് നടക്കുന്ന Na+ ഗ്യാസും Cl- ഗ്യാസും കൂടെ NaCl ഉണ്ടാവുന്നതാണ് ഞാൻ ഈ ഡിഫറെന്റ് സ്റ്റെപ്സിലൂടെ പറഞ്ഞ്. ഇത് തന്നെയാണ് എന്ത് നമ്മുടെ ഹെസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഇതെനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നോക്കിക്കോ. ഈ ഡെൽറ്റ എച്ച് ഫോർമേഷൻ തന്നെയല്ലേ ഈ ഡെൽറ്റ സബ്ലിമേഷൻ എച്ച് പ്ലസ് അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, സബ്ലിമേഷൻ എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി, ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഓക്കെ, പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരുടെ കേസാണ്? NaCl. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഓരോ എൻതാൽപ്പിന്റെ വാല്യൂ നിങ്ങൾക്ക് തരും. ഓക്കെ, ഇൻഡിവിജ്വൽ സ്റ്റെപ്സിന്റെ. ഇത് കറക്റ്റ് ഹാഫ് ബോണ്ട് ആണോ? കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഹെസ് ലോ ഓഫ് ഹീറ്റ് സമ്മേഷൻ വെച്ചിട്ട് ബോണ്ട് ഹേബർ സൈക്കിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന്റെ ടോട്ടൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ആക്ച്വലി ബോണ്ട് ഹേബർ സൈക്കിൾ, an application of Hess law of heat summation. Okay, bye. Thank you.